ഈ ഒരു ഓർഡറിന് പിന്നിലൊരു കഥയുണ്ട്, പറയട്ടെ. നമ്മുടെ കസ്റ്റമർ ഔസപിതാവിൻ്റെ വലിയൊരു ഭക്തിയാണ്. കസ്റ്റമറിന് രണ്ടാമതൊരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ലില്ലി എന്നുള്ള പേരിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ ഔസപിതാവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പൂവുണ്ടാവില്ലേ, അത് ലില്ലി പൂവാ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ലില്ലി എന്നുള്ള പേരങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ടായി. അങ്ങനെ കസ്റ്റമർ ഈ ബാപ്റ്റിസം സെറ്റുകൾ ചെയ്യണ പേജുകൾ നോക്കി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സില്ലി ലില്ലി എന്നുള്ള നമ്മളുടെ പേജ് കസ്റ്റമറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പേരിലൊരു ലില്ലി ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമർ നമ്മൾ ഉടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഈ ഒരു ഓർഡറിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഫോൺ കോളിൽ ഈ ഒരു കഥ പറഞ്ഞിട്ടാണ് കസ്റ്റമർ തുടങ്ങിയത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ലില്ലി എന്നുള്ള പേര് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനിടാൻ വെച്ച പേരുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പേരായിരുന്നത്. ഈ 2 കുഞ്ഞുങ്ങളും തമ്മിൽ ആകെ ഒരു 5 ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഓർഡറിൻ്റെ കാര്യത്തിൽ കസ്റ്റമറിന് കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ടായി, പ്രത്യേകിച്ച് എംബ്രോയ്ഡറിയുടെ കാര്യത്തിൽ. തിരുക്കുടുംബത്തിൻ്റെ എംബ്രോയ്ഡറി വേണം, അതിൽ ഔസപിതാവിൻ്റെ കയ്യിലൊരു ലില്ലിപ്പൂവുള്ള ഇമേജ് ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അത് നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും തീർന്നിട്ടില്ല, കുഞ്ഞിൻ്റെ പേര് വേണം, കൊന്തയും മാതാവും വേണം, മാലാഖമാർ വേണം, ഒരു പരിശുദ്ധാത്മാവ് വേണം. ഇതെല്ലാം ഡ്രസ്സിലും മറ്റു ആക്സസറീസിലുമായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ ചെറിയ ചെറിയ നിർബന്ധങ്ങളായിരുന്നു. നമ്മളതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പറ, വർക്ക് എങ്ങനെയുണ്ട്?